നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 2011-ൽ CPIM-നെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന മമതയ്ക്ക് പിന്നീട് ബംഗാളിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2016-ലും 2021-ലും നടന്ന തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ആയാസരഹിതമായി ജയിച്ചു കയറി. അതായത് 2011-ൽ CPM 34 വർഷം നീണ്ടുനിന്ന CPIM-ന്റെ ഭരണത്തെയാണ് മമത അവസാനിപ്പിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2016-ൽ ബംഗാൾ തിരിച്ചു പിടിക്കാം എന്ന് CPM മോഹിച്ചു. CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒന്നായി ചേരുകയും ഒരു മുന്നണിയായി മമതയ്ക്കെതിരെ മത്സരിക്കുകയും ചെയ്തു. പക്ഷേ ആ ലക്ഷ്യം CPIM-ന്റെ ആ ലക്ഷ്യം വിജയം കണ്ടില്ല. CPIM വീണ്ടും തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2021-ലെ തെരഞ്ഞെടുപ്പായപ്പോൾ CPIM-ന്റെ സമ്പൂർണ്ണമായ തകർച്ച യാഥാർത്ഥ്യമായി. പക്ഷേ BJP ആയിരുന്നു അവിടെ മമതയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയത്. 3 സീറ്റിൽ നിന്നും 2021-ലെ തെരഞ്ഞെടുപ്പിൽ BJP ബംഗാളിൽ 77 സീറ്റുകൾ നേടി. അവിടെ നിന്നാണ് 200-ലധികം സീറ്റുകൾ നേടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായി മാറിയത്. സുവേന്ദു അധികാരി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ രീതിയിൽ തന്നെ ചർച്ചകൾ നടക്കുകയാണ്. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ മെയ് 9-ാം തീയതി, അതായത് ശനിയാഴ്ച നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സ്വയം നിരീക്ഷകനായി ബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട് എന്നതാണ്. ഒരു ഭാഗത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് തൻ്റെ പാർട്ടി എങ്ങനെയാണ് പരാജയപ്പെട്ടത് എന്ന് പരിശോധിക്കുകയാണ് മമതാ ബാനർജി. ഈ പരാജയം വിലയിരുത്താനായി മമതാ ബാനർജി ഇന്ന് MLA-മാരുടെ യോഗം വിളിച്ചിരുന്നു. 80 പേരാണ് മമതാ ബാനർജിയുടെ പാർട്ടി ടിക്കറ്റിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത് വെറും 71 പേരാണ്. 9 പേരെ കാണാനില്ല. ഈ 9 പേരും നേരത്തെ അറിയിച്ചതോടുകൂടിയാണ്, അല്ലെങ്കിൽ നേരത്തെ അസൗകര്യം പറഞ്ഞിരുന്നുവെന്നും പലർക്കും പല ആവശ്യങ്ങളുണ്ട് എന്നും പറഞ്ഞാണ് മമതാ ബാനർജി ഇപ്പോൾ ഈ ആബ്സെൻറ്റിനെ, അല്ലെങ്കിൽ ഇങ്ങനെ MLA-മാർ ഹാജരാകാത്തതിനെ പ്രതിരോധിക്കുന്നത്. പലരുടെയും മണ്ഡലങ്ങളിൽ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. BJP-യുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. പല പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും വീടുകൾ തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷബാധിത പ്രദേശങ്ങൾ തങ്ങളുടെ MLA-മാർ സന്ദർശിക്കുകയാണ് എന്നും അതുകൊണ്ടാണ് ഈ കൊൽക്കത്തയിലേക്ക് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്നും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ 9 MLA-മാരും സുവേന്ദു അധികാരിയുമായി ബന്ധപ്പെട്ടുവെന്നും അവർ BJP-യിലേക്ക് വരാനുള്ള സാധ്യതകൾ ആരായുകയാണ് എന്നുമാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ തങ്ങളുടെ MLA-മാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത് അത്തരം പ്രശ്നങ്ങൾ കൊണ്ടല്ല എന്ന് പറയുമ്പോഴും പാർട്ടിയിൽ പടലപ്പിണക്കങ്ങളുണ്ട് എന്ന് മമതാ ബാനർജി സമ്മതിക്കുകയാണ്. ഈ യോഗത്തിൽ മമതാ ബാനർജി പറഞ്ഞത്, നമുക്ക് വലിയൊരു പരാജയമുണ്ടായിരിക്കുന്നു. ഈ പരാജയത്തിന് കാരണക്കാരനിൽ ഒരു വിഭാഗം നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ്. ഒരു വിഭാഗം ആളുകൾ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ പാരവച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പരാജയത്തിന് അത് കാരണമായിട്ടുണ്ട് എന്നും അത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ടെന്നും ചില MLA-മാരോട് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വരേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നുമൊക്കെയാണ് യോഗത്തിൽ മമതാ ബാനർജി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 80 MLA-മാരുടെ പിന്തുണയും മമതയ്ക്കില്ല എന്നാണ്. ആദ്യഘട്ടത്തിൽ 9 MLA-മാർ മാറി നിൽക്കുന്നു. കൂടുതൽ MLA-മാർ BJP പാളയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. കൂറുമാറ്റൽ നിരോധന നിയമം ഉള്ളതുകൊണ്ട് തന്നെ 2 MLA-മാർ പോയാൽ മാത്രമേ ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗം സംരക്ഷിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും നിശബ്ദമായി MLA-മാരായിരിക്കുന്ന ആളുകളുണ്ട് എന്നും സൂചനയുണ്ട്. എന്തായാലും ഈ പരാജയത്തിന് തൊട്ടു പിന്നാലെ മമതാ ബാനർജിയുടെ അടിത്തറ ഇളകുന്നു എന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. ഈ വാർത്തകൾ ശരിയാണ് എങ്കിൽ പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. മമതാ ബാനർജിയും മരുമകൻ അഭിഷേക് ബാനർജിയും പാർട്ടിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ഒരു പിളർപ്പിലേക്ക് പാർട്ടിയെ നയിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പുറത്തു വരുന്നത്. സുവേന്ദു അധികാരിയും മറ്റും ഇങ്ങനെയാണ്, ഇതേ കാരണം കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി വിട്ടത്. മമതയ്ക്ക് എപ്പോഴും മരുമകൻ അഭിഷേക് ബാനർജി തന്നെയാണ് മുഖ്യം. തൻ്റെ ഒപ്പമുള്ള സീനിയർ ആയിട്ടുള്ള പാർട്ടി നേതാക്കന്മാരെയെല്ലാം മമതാ ബാനർജി അവഗണിക്കുന്നത് അഭിഷേക് ബാനർജിയുടെ വാക്കുകേട്ടിട്ടാണ്.
അതുകൊണ്ട് തന്നെ ഇനിയും അസംതൃപ്തരായ വ്യക്തികൾ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടെന്നും അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ആളുകൾ പുറത്തു ചാടിയേക്കുമെന്ന സൂചന ഇപ്പോൾ സംസ്ഥാനത്ത് ശക്തമാണ്. അതിൻ്റെ ഭാഗമായിട്ട് BJP ചില ചരടുവലികളും നടത്തുന്നുണ്ട്. മൃഗീയമായ ഭൂരിപക്ഷം BJPക്കുണ്ട്. ഇനി ആരെയും ചാക്കിട്ട് പിടിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും തൃണമൂൽ കോൺഗ്രസിൽ അസംതൃപ്തരായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വമ്പൻ പരാജയം നൽകിയിട്ടും BJPക്ക് മതി വന്നിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പരമാവധി തൃണമൂൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക, തൃണമൂൽ കോൺഗ്രസിൽ സംഘടനാപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പാർട്ടിയുടെ ശോഭ കെടുത്തുക എന്ന പ്രവർത്തനത്തിലേക്ക് BJP കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ കലാപക്കൊടി ഉയർത്തുന്നവരെ ചേർത്ത് പിടിക്കാൻ BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മമതയ്ക്ക് അധികാരം നഷ്ടപ്പെടുക മാത്രമല്ല, കോൺഗ്രസിനെ പിളർത്തിയുണ്ടാക്കിയ സ്വന്തം ചോരയും നീരും കൊടുത്ത് വളർത്തിയ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കൂടി മമതാ ബാനർജിയെ തള്ളിപ്പറയുകയാണോ എന്ന സൂചനയാണ് ഈ 9 MLA മാരുടെ അസാന്നിധ്യം വ്യക്തമാക്കുന്നത്.